2026 JEE മെയിൻ ഫേസ് 1 ജാനുവരി 23 മോർണിംഗ് ഷിഫ്റ്റിലെ ചോദ്യമാണ്. 13ാമത്തെ ചോദ്യം നോക്കാം. ദ സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ ഇൻകറക്റ്റ് അബൌട്ട് നിക്കൽ +2 കോംപ്ലക്സ് ഓഫ് ഡൈമീഥൈൽ ഗ്ലയോക്സൈഡ്. അതിനകത്ത് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്ന ചോദ്യം. അപ്പോൾ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആയിട്ട് നമ്മുടെ അനലിറ്റിക്കൽ കെമിസ്ട്രി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നിക്കൽ 2+ അയോൺ ഡൈമീഥൈൽ ഗ്ലയോക്സൈഡായിട്ട് ചേരുന്ന സമയത്ത് ചെറി റെഡ് അല്ലെങ്കിൽ റോസി റെഡ് കളറിലുള്ള ഒരു പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാക്കാറുണ്ട്. ആ പ്രസിപ്പിറ്റേറ്റ് അല്ലെങ്കിൽ ആ കോംപ്ലക്സിനെ പറ്റിയുള്ള ശരിയായിട്ടുള്ള ക്യാരക്ടേഴ്സ് ആ ചോദ്യം. അപ്പോൾ ഞാനത് ആ കോംപ്ലക്സ് ഞാനിവിടെ ഒന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഡൈമീഥൈൽ ഗ്ലയോക്സൈം എന്ന് പറയുന്ന ലിഗാൻഡുകൾ 2 വെച്ച് ജോയിൻ ചെയ്ത് ഈ കാണുന്ന കോംപ്ലക്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഉണ്ടാവുന്ന കോമ്പൗണ്ടിൻ്റെ അല്ലെങ്കിൽ ഈ കോംപ്ലക്സിൻ്റെ കളർ ചെറി റെഡ്, റോസി റെഡ് എന്നൊക്കെ പറയാം. ഇറ്റ് ഈസ് റെഡ് ഇൻ കളർ എന്ന് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. ഓക്കെ, സോ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇത് നമുക്ക് റെഡ് ഇൻ കളറാണ്, റെഡ് ഇൻ കളർ. അടുത്തൊരു കാര്യം, ഇറ്റ് ഹാസ് ഹൈ സൊല്യൂബിലിറ്റി ഇൻ വാട്ടർ അറ്റ് pH 9. വാട്ടർ അറ്റ് pH 9 എന്ന് പറയുമ്പോൾ ബേസിക് സൊല്യൂഷനാണ്. ശ്രദ്ധിക്കുക, ബേസിക് സൊല്യൂഷനിൽ ഇയാൾക്ക് അത്ര സൊല്യൂബിലിറ്റി ഒന്നുമില്ല. ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് സൊല്യൂബിൾ ഇൻ ആൽക്കലൈൻ മീഡിയം. ആൽക്കലൈൻ മീഡിയത്തിൽ ഇയാൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. പ്രസിപ്പിറ്റേറ്റ് ഇൻ ആൽക്കലൈൻ മീഡിയം, പ്രസിപ്പിറ്റേറ്റ് ഇൻ ആൽക്കലൈൻ മീഡിയം. ആൽക്കലൈൻ മീഡിയത്തിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഹൈലി സൊല്യൂബിൾ എന്ന് പറയാൻ പറ്റുമോ? നോ, ഫോൾസ്. ദ നിക്കൽ അയോൺ ഹാസ് 2 അൺപെയർഡ് ഡി ഇലക്ട്രോൺ. നിക്കൽ അയോണിന് 2 അൺപെയർഡ് ഡി ഇലക്ട്രോൺ ഉണ്ടാവുകയോ? ഇല്ല. DMG അല്ലെങ്കിൽ ഡൈമീഥൈൽ ഗ്ലയോക്സൈം എന്ന് പറയുന്ന ഈ ലിഗാൻഡ് ഇവിടെ സ്ട്രോങ് ലിഗാൻഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. നിക്കലിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d8 4s2 ആണ്. നിക്കൽ 2+ ആകുമ്പോൾ അത് 3d8 ആണ്. ഡൈമീഥൈൽ ഗ്ലയോക്സൈം അല്ലെങ്കിൽ DMG നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യും. DMG എന്ന് പറയുന്ന ആൾ ഇവിടെ ഒരു സ്ട്രോങ് ലിഗാൻഡാണ്. സ്ട്രോങ് ലിഗാൻഡ് ആണെന്ന് മാത്രമല്ല, ഇവിടെ കണ്ടോ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് ഉണ്ടാവുക. നിക്കലിൻ്റെ ചുറ്റും 4 ഡോണർ ആറ്റങ്ങൾ സ്ക്വയർ പ്ലാനാർ പാറ്റേണിലാണ് അറേഞ്ച് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയോ? നോർമലി നിക്കലിൻ്റെ കോൺഫിഗറേഷൻ വരെ ഇങ്ങനെയാണ്: 1 2 3 4 5 6 7 8. പക്ഷേ സ്ട്രോങ് ലിഗാൻഡ് ആയതുകൊണ്ട് ഈ ഇലക്ട്രോണിനെ ഇങ്ങോട്ട് പെയർ ചെയ്യും. ഇലക്ട്രോണിനെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ടാവുമോ? ഇല്ല. 1 2 3 4 5 6 7 8. നോ അൺപെയർഡ് ഇലക്ട്രോൺ. അപ്പോൾ 2 അൺപെയർഡ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ നോ അൺപെയർഡ് ഇലക്ട്രോൺ ആണ്. അൺപെയർഡ് ഇലക്ട്രോൺ 1 പോലും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അൺപെയർഡ് ഇലക്ട്രോൺ 2 ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് തെറ്റാ. ദിസ് ഇസ് അഗെയിൻ ഫോൾസ്. നൈട്രജൻ നിക്കൽ നൈട്രജൻ ബോണ്ട് ആംഗിൾ ഈസ് ഓൾമോസ്റ്റ് ക്ലോസ് ടു 90. നൈട്രജൻ നിക്കൽ നൈട്രജൻ, യെസ്, നോക്കടാ, ഇതൊരു 90 ഡിഗ്രി സ്ക്വയർ പ്ലാനാർ അല്ലേ? സ്ക്വയർ പ്ലാനാർ ഷേപ്പാണ്. ഇവിടെ നടക്കുന്ന ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് DsP2 ആയിരിക്കും. ഇതിന് ശേഷം ഈ ഡി ഓർബിറ്റലും ചേർന്ന് DsP2 ഹൈബ്രിഡൈസേഷൻ സ്ക്വയർ പ്ലാനാറാണ് വരിക. സ്ക്വയർ പ്ലാനാർ ആകുമ്പോൾ ഈ ആംഗിൾ ഓൾമോസ്റ്റ് 90 ഡിഗ്രി ആയിരിക്കും. യെസ്, ഓൾമോസ്റ്റ് 90 ഡിഗ്രി ആയിരിക്കും. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി അഗെയിൻ ട്രൂ. The complex contain 4 5-membered metal containing rings. മെറ്റല സൈക്കിൾസ് എന്ന് പറയുന്നത് മെറ്റൽ കണ്ടെയ്നിങ് ആയിട്ടുള്ള 4 റിങ്ങുകൾ ഇവിടെ ഉണ്ടാവുമെന്ന് പറയുന്നത് ശരിയാണോ? ഇല്ല. മെറ്റലിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള 2 റിങ്ങുകൾ ഇവിടെ ഉണ്ട്, 4 റിങ്ങുകളില്ല. സോ 2 റിങ്ങേ ഉള്ളൂ, നോട്ട് 4 റിങ്സ്. സോ ദിസ് ഈസ് ഓൾസോ ഫോൾസ്. ഓക്കെ, ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഇൻകറക്റ്റ് എന്നാ ചോദ്യം. ഇൻകറക്റ്റ് ഏതൊക്കെയാ? A ശരിയാണ്, B C E ഈ 3 ഇൻകറക്റ്റ് എന്ന് പറയുന്നത്. സോ B C E ആർ ഇൻകറക്റ്റ്. നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ 3 ആയിരിക്കും വരിക.